വെൽക്കം ഓൾ. ഞാൻ നമ്മളെ ഡിസൈൻ 2 വരുന്ന ഹെഡിൻ്റെ കേസിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് ലേറ്റായി പോയെന്നറിയാം, എന്നാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എ വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ പ്രോസസ് വെസൽ ഈസ് ടു ബി ഓപ്പറേറ്റഡ് അറ്റ് എ മാക്സിമം പ്രഷർ ഓഫ് 1.5 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഗേജ്. The shell has an outside diameter of 2.5 meter and height 5 meter. Vessel is made of steel having maximum allowable stress 120 meganewton per meter square. ഇതിൽ നമ്മൾ പ്രഷർ ആയാലും അതേപോലെ തന്നെ മാക്സിമം അലവബിൾ സ്ട്രെസ് ആയാലും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ന്യൂട്ടണാണ്. നമ്മളുടെ IS കോഡിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ KGF-ലാണ് അത് ചെയ്യാറുള്ളത്, അതുകൊണ്ട് അത് കൺവേർട്ട് ചെയ്യാൻ മാത്രം നിങ്ങളൊന്ന് പഠിക്കണം. പിന്നെ കൊറോഷൻ അലവൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3 mm. അതേപോലെ തന്നെ ക്ലാസ് 1 സ്പെസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്ന് മിനിമം സ്റ്റാൻഡേർഡ് തിക്നെസ് ഓഫ് ഷെല്ല്. ഓക്കെ, സിലിണ്ടറിക്കൽ ഷെല്ലാണ്. രണ്ടാമത്തത്, കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് സിലിണ്ടറിക്കൽ പ്രോസസ് വെസലാണ്. 2 തിക്നെസ് ഓഫ് ഫ്ലാറ്റ് ഹെഡ് ഹാവിംഗ് പ്ലേറ്റ് വെൽഡഡ് ടു എൻഡ് ഓഫ് ദ ഷെല്ല്, അവിടെ പറയുന്നത് നോ ഇൻസൈഡ് വെൽഡിങ്. 3 ഡിറ്റർമൈൻ തിക്നെസ് ഓഫ് കോണിക്കൽ ഹെഡ് വിത്ത് 100 ഡിഗ്രി അപ്പെക്സ് ആംഗിൾ. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, determine the thickness of conical head with a 150 degree apex angle and knuckle radius RA equal to 0.05 d. Then determine standard thickness of plate required to fabricate a deep dished and flanged head for the vessel. അപ്പോൾ ഇത് 5 കേസാണുള്ളത്. ഒന്നാമത്തെ കേസ് ഡയറക്റ്റ് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ, അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, ആകെ നമുക്ക് എഫും പിയും ഒന്ന് കൺവേർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. രണ്ടാമത്തെ ഫ്ലാറ്റ് ഹെഡിൻ്റെ കേസിൽ ഇക്വേഷൻ ഉണ്ട്, അതിൽ സി കണ്ടുപിടിക്കാൻ മാത്രം നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കേസ് ഏതാണോ അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കോണിക്കൽ ഹെഡിൻ്റെ കേസ്, അവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിളിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ സി വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളെ സ്റ്റാൻഡേർഡ് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. സോ നിങ്ങളുടെ IS കോഡ് എടുക്കുകയാണെങ്കിൽ അതിൽ പേജ് നമ്പർ 13 അതായത് IS 28251969 അതിൽ പേജ് നമ്പർ 13 ഇക്വേഷൻ 3.1 3.2 ആയിട്ട് 2 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിക്നെസ് കണ്ടുപിടിക്കാനും വേറൊന്ന് പ്രഷർ കണ്ടുപിടിക്കാനും. അപ്പോൾ നമുക്ക് തിക്നെസ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇക്വേഷൻ 3.1 എടുക്കാം. ഇനി ഇതിൽ 2 ഇക്വേഷൻ ഉണ്ട്. T equal to PDI by 200 FJ minus P, that is equal to PDO by 200 FJ plus P. എന്ന് വെച്ചാൽ ഒന്ന് ഇൻസൈഡ് ഡയമീറ്റർ വെച്ച് ചെയ്യാനും വേറൊന്ന് ഔട്ട്സൈഡ് ഡയമീറ്റർ വെച്ച് ചെയ്യാനുമാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഔട്ടർ ഡയമീറ്റർ തന്നിട്ടുണ്ട് 2.5 മീറ്റർ, ഹൈറ്റ് തന്നിട്ടുണ്ട് 5 മീറ്റർ, അതേപോലെ തന്നെ പ്രഷർ, ഗേജ് പ്രഷർ, മാക്സിമം പ്രഷർ തന്നിട്ടുണ്ട് 1.5 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അതേപോലെ തന്നെ മാക്സിമം അലോവബിൾ സ്ട്രെസ്സും തന്നിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഇക്വേഷൻ്റെ തൊട്ട് താഴെ അതിൻ്റെ നൊട്ടേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. എഫ് അലോവബിൾ സ്ട്രെസ് ഇൻ കിലോഗ്രാം ഫോഴ്സ് പെർ മില്ലിമീറ്റർ സ്ക്വയർ, യൂണിറ്റ് നിങ്ങൾ നോക്കി വയ്ക്കുക. അതേപോലെ തന്നെ പി എന്ന് പറയുന്നത് ഡിസൈൻ പ്രഷറാണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് വർക്കിംഗ് പ്രഷറാണ്. അപ്പോൾ ഡിസൈൻ പ്രഷർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമ്മളുടെ ആചാരം എന്താണെന്ന് വെച്ചാൽ 5 to 10%, ഓക്കെ, നോർമലായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് 5 to 10% കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 1.05 ടൈംസ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് പ്രഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ പ്രഷർ കിട്ടും. ഇനി ടി എന്ന് പറയുന്നത് ഷെൽ തിക്നെസ് ആണ്, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അത് ബിഫോർ ആഡിങ് കൊറോഷൻ അലവൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊറോഷൻ അലവൻസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ഡയമീറ്റർ എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ് DAയും DOയും അവിടെ 1 എന്നുള്ള രീതിയിലാണ് ഇക്വേഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഫും പിയും നമ്മളുടെ റിക്വയർഡ് യൂണിറ്റിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. അതായത് എഫും പിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്നത് 1.5 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 1.5. എഫ് എന്ന് പറയുന്നത് അതാണ് മാക്സിമം അലോവബിൾ സ്ട്രെസ് 120 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ദെൻ ഡയമീറ്റർ, ഔട്ടർ ഡയമീറ്റർ തന്നിട്ടുണ്ട് 2.5 മീറ്റർ. അപ്പോൾ ഇതിൽ മെഗാന്യൂട്ടണെ നിങ്ങൾ ന്യൂട്ടൺ ആക്കുക എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻⁶ ഉണ്ടാവും. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇവിടെയാണെങ്കിൽ 120 × 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി എനിക്ക് പ്രഷർ വേണ്ടത് കിലോഗ്രാം ഫോഴ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്. സോ 1.5 × 10⁻⁶. ന്യൂട്ടണെ നമ്മൾ കിലോഗ്രാം ഫോഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്,
1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 9.81 ന്യൂട്ടൺ ആണ്. സോ നിങ്ങൾ 9.8 വെച്ച് ഡിവൈഡ് ചെയ്താൽ അത് കിലോഗ്രാം ഫോഴ്സായി. ഇനി മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയർ ആക്കണം. സോ 10⁻⁴ വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പിയുടെ വാല്യൂ ഏകദേശം 15.3 കിലോഗ്രാം ഫോഴ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ കിട്ടും. ഓക്കെ, ഈ 10⁻⁴ എന്തിനാണെന്ന് വെച്ചാൽ മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയർ ആക്കാം. ഇനി എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 120 × 10⁻⁶ ആണ്. അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ 9.8 വെച്ച് ഡിവൈഡ് ചെയ്താൽ ന്യൂട്ടൺ കിലോഗ്രാം ഫോഴ്സ് ആവും. 10⁻⁶ വെച്ച് ഡിവൈഡ് ചെയ്താൽ മീറ്റർ സ്ക്വയറിന് മാറി മില്ലിമീറ്റർ സ്ക്വയർ ആവും. ഓക്കെ, then അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് 12.24 കിലോഗ്രാം ഫോഴ്സ് പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, ദെൻ ഡി ഒ എന്ന് പറയുന്നത് നമ്മൾക്ക് അവിടെ വേണ്ടത് മില്ലിമീറ്ററിലാണ്. നിങ്ങൾ നൊട്ടേഷൻസ് നോക്കിയാൽ കാണാം, ഇൻ മില്ലിമീറ്ററാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ 2500 മില്ലിമീറ്റർ. ഇനി എനിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ ഡിസൈൻ പ്രഷർ എടുക്കുമ്പോൾ അത് 1.05 എന്ന് വെച്ചാൽ 5% ഞാൻ കൂടുതൽ എടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ 10% ആണെങ്കിൽ 10% കൂടുതൽ എടുക്കും. അപ്പോൾ 5% കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ നോർമലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1.05 കൊണ്ട് കിട്ടിയ വാല്യൂനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1.05 15.3 ചെയ്യുകയാണെങ്കിൽ 16.065 കിലോഗ്രാം ഫോഴ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നമ്മൾ ഇക്വേഷനിലേക്ക് വേണ്ട പി ഐ, ദെൻ ഡി ഒ ഐ, എഫ് ഐ. ഇനി വേണ്ട ഒരാളെന്ന് പറയുന്നത് ജെ ആണ്. സോ ജെയുടെ വാല്യൂ നിങ്ങൾ എടുക്കുമ്പോൾ അവിടെ ടേബിൾ 1.1 IS കോഡിൽ തന്നെ പേജ് നമ്പർ 7 അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലാസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് വെൽ ജോയിൻറ്റ് എഫിഷ്യൻസി ഫാക്ടർ 1 എടുക്കാം. അല്ലെങ്കിൽ അവിടെ ഓരോ കണ്ടീഷൻസ് നിങ്ങൾ തൊട്ടടുത്ത പേജിലായിട്ട് വായിച്ച് നോക്കിയാൽ മതി. തൊട്ടടുത്ത 8th പേജിൽ അല്ലെങ്കിൽ തൊട്ട് മുകളിൽ 6th പേജിലൊക്കെ ജെയുടെ വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി റേഡിയോഗ്രാഫ്ഡ് അല്ലെങ്കിൽ സ്പോട്ട് റേഡിയോഗ്രാഫ്ഡ്, നോ റേഡിയോഗ്രാഫി ആണെങ്കിൽ എന്താ എടുക്കേണ്ടതെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻ ക്ലാസ് 1 ക്ലാസ് 2 എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂസ് എടുക്കാം. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിയുടെ വാല്യൂ 0.85 എടുത്ത് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ഇനി ക്ലാസ് 1 അതേപോലെ തന്നെ ക്ലാസ് 2 ക്ലാസ് 3 ആ IS കോഡ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജിയുടെ വാല്യൂ 1 എടുത്ത് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് T = PdO ഡിവൈഡഡ് ബൈ 200 FJ + P. ഓക്കെ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പിക്ക് 16.065, ഡയമീറ്റർ 2500, 200 × 12.24 × 1 പ്ലസ് പ്രഷറിൻ്റെ വാല്യൂ 16.065. സോ നമുക്ക് 16.3 mm കിട്ടും. സോ അതിൻ്റെ കൂടെ നമ്മൾ കൊറോഷൻ അലവൻസ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 3 mm ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ T' എന്ന് പറഞ്ഞിട്ട് 3 mm ആഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 19.3 mm. സോ നമ്മളുടെ സ്റ്റാൻഡേർഡ് തിക്നെസ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ IS 17301989 പേജ് നമ്പർ 2 വരാം. നമുക്ക് 19 പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത്. സോ 19 കഴിഞ്ഞാലുള്ള സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. സോ നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ 20 mm എടുക്കാം. ഓക്കെ, IS 17301989 നിന്നാണ് നമുക്ക് 20. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് വാല്യൂ 63 ആണ് ഇവിടെ മാക്സിമം സ്റ്റാൻഡേർഡ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങളുടെ വാല്യൂ 63ന് മുകളിൽ പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കൊറോഷൻ അലവൻസ് ആഡ് ചെയ്യേണ്ട, സ്റ്റാൻഡേർഡ് ആക്കാൻ നിൽക്കണ്ട. കാരണം അവിടെ 63 വരെ നമുക്ക് വാല്യൂസ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്ലാഞ്ചഡ് ഫ്ലാറ്റ് ഹെഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഹെഡിൻ്റെ കേസാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പാർട്ട്, സെക്കൻഡ് പാർട്ട്, ഡിറ്റർമൈൻ തിക്നെസ് ഓഫ് ഫ്ലാറ്റ് ഹെഡ് ഹാവിംഗ് പ്ലേറ്റ് വെൽഡഡ് ടു എൻഡ് ഓഫ് ദ ഷെൽ. ഇതാണ് സെക്കൻഡ് പാർട്ട്. സോ സെക്കൻഡ് പാർട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിക്നെസ് ഓഫ് ഫ്ലാറ്റ് ഹെഡ് ആൻഡ് കവേഴ്സ് പേജ് നമ്പർ 24, അതായത് IS 1825-1969 തന്നെ പേജ് നമ്പർ 24 എടുക്കാം. IS 1825 അല്ല, 2825-1969 പേജ് നമ്പർ 24 എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സിലിണ്ടറിക്കൽ ഷെൽ ചെയ്ത അതേ IS കോഡ് തന്നെ. നമ്മൾ മറ്റേ IS കോഡ്, അതായത് ഈ IS 17301989 നമ്മൾ ഈ സ്റ്റാൻഡേർഡ് വാല്യൂ എടുക്കാൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ IS 2825-1969. അപ്പോൾ അതിൽ തിക്നെസ്സിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 24. ഇക്വേഷൻ 3.21 T = CD/10 × √P/F. അപ്പോൾ അതിൽ സിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് പേജ് ഉണ്ട്. അപ്പോൾ അതിൽ ഫ്ലാഞ്ചഡ് ഫ്ലാറ്റ് ഹെഡ് ബട്ട് വെൽഡഡ് ടു വെസൽ ആണെങ്കിൽ ഇവിടെ സിയുടെ വാല്യൂ 0.35 ഉണ്ട്, 0.45 ഉണ്ട്, 0.5 ഉണ്ട്. സോ അതിൽ നമ്മൾ 0.5 എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്, കുറച്ചും കൂടെ എളുപ്പം എന്നുള്ള രീതിയിൽ. ഇനി മൂന്നാമത്തെ കേസ് ഹെഡ് ലാപ്പ് വെൽഡഡ് ഓർ ബ്രേസ് ടു ഷെൽ. അത് കഴിഞ്ഞിട്ട് ആറാമത്തെ കേസിലേക്ക് വരുമ്പോൾ
പ്ലേറ്റ് വെൽഡഡ് ടു എൻഡ് ഓഫ് ദ ഷെല്ല് വിത്ത് ആൻ അഡീഷണൽ ഫില്ലറ്റ് ആണ്. അഞ്ചാമത്തെ കേസാണെങ്കിൽ പ്ലേറ്റ് വെൽഡഡ് ടു എൻഡ് ഓഫ് ദി ഷെല്ല്. അപ്പോൾ നമുക്ക് ഈ അഞ്ചാമത്തെ കേസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വെൽഡഡ് ടു എൻഡ് ഓഫ് ദ ഷെല്ലുള്ള കേസാണ്. അപ്പോൾ വെൽഡഡ് ടു എൻഡ് ഓഫ് ദ ഷെല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് കേസ് എടുക്കാം? ഇവിടെ അഞ്ചാമത്തെ കേസ് എടുക്കാം. പേജ് നമ്പർ IS കോഡിൽ പേജ് നമ്പർ 26 അഞ്ചാമത്തെ കേസ് വെൽഡഡ് ടു എൻഡ് ഓഫ് ദ ഷെല്ല്. അവിടെ എഴുതിയിട്ടുണ്ട് C എന്ന് പറയുന്നത് 0.7 ആണ്. ഓക്കെ, അപ്പോൾ D എന്ന് പറയുന്നത് ഔട്ടറിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഡീൻ്റെ വാല്യൂ എന്താക്കിയിട്ട് എടുക്കാം? DI ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എൻഡ് ഓഫ് ദ ഷെല്ല് നിങ്ങൾ ഓർക്കുക, സിയുടെ വാല്യൂ 0.7, ഡി നമുക്ക് DI ആയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മളുടെ ഇക്വേഷനിൽ, അതായത് T ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 3.21 CD/10 ഇൻറ്റു √P/F സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതായത് T ഈക്വൽ ടു CD/10 ഇൻറ്റു √P/F സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് തിക്നെസ് കിട്ടും. അപ്പോൾ സിയുടെ വാല്യൂ നിങ്ങൾ എന്ത് കൊടുക്കാം? 0.7 കൊടുക്കുക. ഡിക്ക് പകരം DA. അപ്പോൾ DA എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. DO എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ DA ആക്കാൻ വേണ്ടിയിട്ട് DI ഈക്വൽ ടു DO മൈനസ് 2 ടൈംസ് തിക്നെസ് ഓഫ് ദി ഷെൽ. ഓക്കെ, ഔട്ടർ ഡയമീറ്ററിന് തിക്നെസ് കുറയ്ക്കുക. അത് രണ്ടെണ്ണം കുറയ്ക്കണം. കാരണം ഇന്നർ റേഡിയസ് നിന്ന് ഒരു തിക്നെസ് കൂട്ടി ഔട്ടർ റേഡിയസ് ആവും. അപ്പോൾ ഡയമീറ്ററിൻ്റെ കേസ് ആണെങ്കിൽ 2 തിക്നെസ് കുറയ്ക്കണം. DA ഈക്വൽ ടു DO മൈനസ് 2TS. നമ്മൾ DO എന്ന് പറയുന്നത് 2500 ആണ്. ദെൻ തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ നമ്മൾ എടുത്തത് 20 mm ആണ്. അല്ല, 20 mm ആണ്. സോ 2500 മൈനസ് 2 × 20 എന്ന് പറയുമ്പോൾ 2460 mm. നിങ്ങൾ ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ അതിന് മുകളിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. T ഈക്വൽ ടു CD/10 √P/F. ഇവിടെ പിയുടെ ഡിസൈൻ പ്രഷർ ഇൻ കിലോഗ്രാം ഫോഴ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയാണ്. F കിലോഗ്രാം ഫോഴ്സ് പെർ മില്ലിമീറ്റർ സ്ക്വയർ തന്നെയാണ്. ദെൻ D എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഡയമീറ്റർ ആ ഫിയറിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ D ഈക്വൽ ടു DA ആണ് എടുക്കേണ്ടതെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ T ഈക്വൽ ടു 0.7 ഇൻറ്റു 2460 ഡിവൈഡഡ് ബൈ 10 റൂട്ട് 16.065 ഡിവൈഡഡ് ബൈ 12.24. ഇത് സോൾവ് ചെയ്താൽ അറൗണ്ട് 197.27 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 198 അല്ലെങ്കിൽ ഇതന്നെ എഴുതിയാലും മതി. കാരണം ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് ആകെ 60 സംതിങ് അല്ലെങ്കിൽ 63 വരെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കൊറോഷൻ അലവൻസ് ആഡ് ചെയ്യാനോ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനോ നിൽക്കേണ്ട. ഉള്ള തിക്നെസ് അതേപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. 197.27 mm. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ തിക്നെസ് ഓഫ് കോണിക്കൽ ഹെഡ് വിത്ത് 100 ഡിഗ്രി അപ്പെക്സ് ആംഗിൾ, അതേപോലെ തന്നെ കോണിക്കൽ ഹെഡ് വിത്ത് 150 ഡിഗ്രി അപ്പെക്സ് ആംഗിൾ ആൻഡ് നക്കിൾ റേഡിയസ് 0.05 d. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വിത്തൗട്ട് നക്കിൾ റേഡിയസ് ആയിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വിത്ത് നക്കിൾ റേഡിയസ് ആയിരിക്കും. അപ്പോൾ തിക്നെസ് ഓഫ് നക്കിൾ ഓർ കോണിക്കൽ സെക്ഷൻ ഇൻ ജംഗ്ഷൻ, അതേപോലെ തന്നെ കോണിക്കൽ സെക്ഷൻ എവേ ഫ്രം ജംഗ്ഷൻ, ഇങ്ങനെ 2 തിക്നെസ് ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, തിക്നെസ് ഓഫ് നക്കിൾ ഓർ കോണിക്കൽ സെക്ഷൻ ഇൻ ജംഗ്ഷനും ഉണ്ട്, തിക്നെസ് ഓഫ് കോണിക്കൽ സെക്ഷൻ എവേ ഫ്രം ജംഗ്ഷനും ഉണ്ട്. ഓക്കെ, അതിൽ ജംഗ്ഷൻ്റെ കേസിൽ കാണാനുള്ള ഇക്വേഷനാണ് T ഈക്വൽ ടു PDEC/200 FJ. ഇക്വേഷൻ 3.18 പേജ് നമ്പർ 21. അപ്പോൾ അതിൽ വിത്തൗട്ട് നക്കിളും വിത്ത് നക്കിളിൻ്റെയും കേസ് ഉണ്ട്. ഇത് വിത്ത് നക്കിളിൻ്റെ കേസ്, ഇത് വിത്തൗട്ട് നക്കിളിൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ D എന്ന് പറയുന്നതും ഉണ്ട്, അതേപോലെ തന്നെ DK എന്ന് പറയുന്ന 2 ഡയമീറ്റർ ഉണ്ട്. വിത്തൗട്ട് നക്കിളിൻ്റെ കേസ് ആണെങ്കിൽ വിത്ത് നക്കിളിലും ഇതവിടെ D ഉണ്ട്, DK ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മളുടെ D എന്ന് പറയുന്നത് നമുക്ക് DO ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. D ഈക്വൽ ടു DO ആക്കിയിട്ട്, ഓക്കെ, ഔട്ടറിൽ DO എത്തുന്ന രീതിയിൽ. ഇനി ഇതിൽ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ തന്നിട്ടുള്ള എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാം നമ്മളുടെ ഇക്വേഷനിൽ P അറിയാം, D എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു DO ആക്കിയിട്ട് എടുക്കാം. C എന്ന് പറയുന്ന ആൾ നമുക്ക് ആവശ്യമുണ്ട്. ആ C എന്ന് പറയുന്ന ആൾ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ ഈ ടേബിളിൽ നിന്ന് കിട്ടും. ടേബിൾ 3.6 തൊട്ടടുത്ത പേജിലുണ്ട്. ടേബിൾ 3.6. ഓക്കെ, അവിടെ സൈയും അതേപോലെ തന്നെ RI/DOയും ഫങ്ഷൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ വാല്യൂസ് എടുക്കുന്ന കേസ് അറിഞ്ഞാൽ മാത്രം
നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാനേ ഉള്ളൂ. സോ ഇതിൻ്റെ കേസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, 3ഉം 4ഉം 5ഉം നമുക്ക് നെക്സ്റ്റ് കേസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 1ഉം 2ഉം നോക്കി വയ്ക്കുക. ഇതിൻ്റെ സി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ദെൻ 5ാമത്തെ കേസ് മാത്രമേ കുറച്ച് സമയം എടുക്കുള്ളൂ. ഈ 3ഉം 4ഉം നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഓക്കെ, താങ്ക് യു.